നമസ്കാരം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞാൻ ഡോക്ടർ വിനയൻ ചുനക്കരയാണ്. ഇന്ന് പറയാൻ പോകുന്നത് മിഥുന മാസ ഫലത്തെക്കുറിച്ചാണ്. മിഥുന മാസത്തിൽ ഓരോ നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന ഫലത്തെക്കുറിച്ചാണ്. ഇടവമാസം 31 വെള്ളിയാഴ്ച രാത്രി 12:09 ഉദയാൽപരം 45 നാഴിക 53 വിനാഴിക ഉത്രം നക്ഷത്രം 3-ാം പാദം കന്നിക്കൂറിൽ മിഥുന രവി സംക്രമം. ഇത് ഒന്നാമത്തെ കൂറായ മേടക്കൂറുകാർക്ക്, അതായത് മേടക്കൂറിൽപ്പെടുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യ പാദവുമാണ്. എല്ലാ രീതിയിലും പുരോഗതി ഉണ്ടാകുന്ന ഒരു മാസമാണ് ഈ കൂറുകാർക്ക് വരുന്നത്. വിദ്യാർത്ഥികൾക്ക് വിജയത്തിനും ഉത്തമമായ ഒരു സമയമായിട്ട് കാണുന്നു. അത് ഉപരിപഠനത്തിനൊക്കെ ഉത്തമമായ സമയമാണ്. അവർ വിചാരിക്കുന്ന വിഷയങ്ങളിലൊക്കെ അവർക്ക് അഡ്മിഷനൊക്കെ കിട്ടുവാൻ പറ്റിയ സമയമാണ്. അതുപോലെ തന്നെ കുടുംബ സൗഖ്യത്തിനും ഗ്രഹം നന്നാക്കുന്നതിനും സ്നേഹബന്ധവും ഒക്കെ ഉറപ്പിക്കുവാൻ ഏറ്റവും നല്ല ഒരു സമയമാണ്. ധനം, കീർത്തി എന്നിവ വന്നു ചേരുന്നതിനും കുടുംബ സ്വത്തുക്കൾ പാകം വെച്ച് കിട്ടുന്നതിനും ഭൂമിപരമായോ ധനപരമായോ ഒക്കെ പുരോഗതി ഉണ്ടാകുന്നതിനും പഠിത്തത്തിലൊക്കെ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന രീതിയിൽ ആഗ്രഹിക്കുന്ന വിഷയങ്ങളൊക്കെ വന്നു ചേരുന്നതിനുമൊക്കെ അനുകൂലമായിട്ട് കാണുന്നു. അതുപോലെ തന്നെ സാഹിത്യ രംഗത്തുള്ളവർക്കും രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും എഴുത്തുകാർക്കുമൊക്കെ അനുകൂലമായ സമയമായിട്ടാണ് കാണുന്നത്. സാമ്പത്തികമായ നേട്ടങ്ങളൊക്കെ അതുപോലെ വന്നു ചേരുന്നതും, അതുപോലെ തന്നെ കുടുംബത്തിൽ മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും നടത്തുന്നതിനും അംഗീകാരവും പ്രശസ്തിയും ഒക്കെ കിട്ടുന്ന ഒരു ടൈമാണ് ഇത്. അതുപോലെ തന്നെ നിയമങ്ങൾ കൃത്യമായി പരിശോധിച്ച് അവിടെ തൊഴിൽ നേട്ടവുമൊക്കെ നിയമരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ ജോലിയിൽ ഉയർച്ചയും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ്. സാമ്പത്തിക ഭദ്രത ഉണ്ടാകുന്ന സമയമാണ്. ദോഷ പരിഹാരമായിട്ട് മഹാദേവന് ജലധാരയും പിൻവിളക്കും ദേവിക്ക് രക്തപുഷ്പാഞ്ജലിയും കുങ്കുമാർച്ചനയും ഒക്കെ നടത്തുന്നതും, ശാസ്താവിന് നീരാഞ്ജനം നടത്തുന്നതും നെയ്വിളക്ക് നടത്തുന്നതും, ഹനുമാൻ സ്വാമിക്ക് ശനീശ്വര പൂജ കഴിക്കുന്നതും നീരാഞ്ജനം കഴിക്കുന്നതും ഒക്കെ വളരെ ഉത്തമമായ ഒരു വഴിപാടാണ്. അടുത്തത് ഇടവക്കൂറാണ്. ഇടവക്കൂറുകാരെന്ന് പറയുന്നത് കാർത്തിക മുക്കാലും രോഹിണിയും അവിട്ടത്തിൻ്റെ പകുതിയും ചേരുന്നതാണ് ഇടവക്കൂറ്. അപ്പോൾ ഇടവക്കൂറുകാർക്ക് ധനം പ്രതീക്ഷിക്കാവുന്ന ഒരു കാലഘട്ടമാണ്. അതുപോലെ തന്നെ വ്യാഴം ലഗ്നത്തിൽ ഉദിച്ചു നിൽക്കുന്ന കാലമാകുന്നു. അതുപോലെ ശാരീരികമായും മാനസികമായും അതുപോലെ തന്നെ ശത്രുപരമായും അനുഭവിച്ചു വന്നിരുന്ന ദോഷങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നതിനും, അതുപോലെ തന്നെ വ്യാഴോദയം വളരെ ശുഭകരമായിട്ടാണ് ഈ കൂറുകാർക്ക് കാണുന്നത്. മാന്യമായ പുരോഗതി ഉണ്ടാകും. അതുപോലെ തൽക്കാലം തൊഴിൽ മാറ്റത്തിനൊക്കെ ശ്രമിക്കുന്നവർക്ക് അത് നടന്നു കിട്ടും. വിദ്യാർത്ഥികൾക്കൊക്കെ വിദേശയാത്രയൊക്കെ ആഗ്രഹിക്കുന്ന രീതിയിൽ നടന്നു കിട്ടുന്ന ഒരു കാലമായിട്ടാണ് കാണുന്നത്. അതുപോലെ കച്ചവട രംഗത്തൊക്കെ ഉയർച്ചയും കാണുന്നു. അതുപോലെ കർഷകർക്ക് പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള നേട്ടമുണ്ടാകുന്ന കാലമാണ്. അതുപോലെ രാഷ്ട്രീയ രംഗത്തും കലാരംഗത്തുമൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. വ്യവസായ രംഗങ്ങളൊക്കെ മെച്ചപ്പെടുവാനും അനുകൂലമായ സമയമായിട്ട് കാണുന്നു. ജോലിയൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ വന്നു ചേരാൻ പ്രതീക്ഷിക്കാവുന്ന ഒരു കാലമാണ്. ഈ ദോഷപരിഹാരമായിട്ട് ഭദ്രാദേവിക്ക് രക്തപുഷ്പാഞ്ജലി കഴിക്കുകയും, അതുപോലെ തന്നെ മഹാദേവന് ജലധാരയും ഗണപതിയോ ഹോമവും കഴിക്കുന്നതും കൂളമാല ചാർത്തുന്നതും, അതുപോലെ തന്നെ ഗണപതിക്ക് കർഹോമം കഴിക്കുന്നതും
ഗണപതി ഹോമം കഴിയും, ഉണ്ണിയപ്പം നീതിക്കുന്നതും ഒക്കെ ദോഷപരിഹാരത്തിന് ഉത്തമമായ ഒന്നാണ്. അപ്പോൾ ഇങ്ങനെ മേടയുടെ കൂറുകാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ടാണ് ഈ വരുന്ന മാസം കാണുന്നത്.